ഉമ്മ വായുമ്മ സമയം അല്ലെങ്കിൽ തന്നെ ആയി. വീട്ടിലൊരു സാധനം ഇല്ല. പൊറാത്തും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 10,000 രൂപയ്ക്കുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വേഗം വരാം. നീ പറഞ്ഞേ, നീ റെഡി ആയാ? ഇനിയിപ്പൊ പോണം. സമയം നോക്കിയ 4 മണിയായി. മരുന്ന് വാങ്ങി കൊടുത്തു. ഇവിടെ തിരിച്ചെത്തുമ്പോ 7-8 മണിയൊക്കെ ആവും. രാത്രി ആവും. ഇപ്പൊ പോണം. നാളെ രാവിലെ എങ്ങാനും പോയാ പോരെ. സാധനങ്ങൾ അത്രമാത്രം ഇല്ലാത്തൊന്നുമില്ലല്ലോ. വീട്ടില് ഉപ്പ പോലും ഇല്ല. ഒരു സാധനം എന്റെ കുടുംബത്ത്. നിനക്ക് വന്നിട്ട് ഉമ്മ ചോറ് കാട്ടിയൊക്കെ വിളമ്പിക്കാൻ ചോറ് എടുത്ത് വിളമ്പി തന്നെ വെറും ചോറ് തന്നാൽ മതിയാ. അതിനുള്ള കറിയൊന്നും വേണ്ടേ? ഒരു സാധനം ഇല്ല. കുടുംബത്തില്ലാത്ത കാരണം ഇന്നത് രസമാണ് വെച്ചത്. മീൻ പൊരിച്ചിട്ട് അറിയോ? പോയിട്ട് 5 മണിയിലായിരുന്നു. 7 മണിയാണെങ്കിൽ പോയിട്ട് തിരിച്ചു വരാം. വായു ഒന്നാ കുറി വേറെ ആൾക്ക് കിട്ടിയത്. അതാണ് തിരിച്ചതാണ്. അത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പോയി വേഗം വരമോ അല്ലേ? എനിക്ക് വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഇല്ലാന്നല്ല, കാശില്ല കയ്യിൽ. കാശുള്ള പൈസയൊക്കെ അങ്ങോട്ട് വെച്ചുകൊണ്ട് ചെലവാക്കി. കാശില്ലാണ്ട് നിങ്ങളൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞേ. ഞാൻ ഏതെങ്കിലും കാശ് നോക്കളെ തരുമോ? അത് ചെയ്യാൻ പറ്റും നോക്കട്ടെ. വേറെ കൂട്ടുകാരൻ വിളിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അതിനോട് ചോദിച്ചു നോക്കട്ടെ. അതില്ല വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല. ഞാനേ ഇവിടെ എവിടെയെങ്കിലും പൈസ വെച്ചിട്ടുണ്ടാവും. ഞാൻ നോക്കട്ടെ, തപ്പി നോക്കട്ടെ. തപ്പിയിൽ എവിടെയെങ്കിലും സൗകര്യം വെക്കാറുണ്ട്. അപ്പൊ അവിടെ തെരഞ്ഞു നോക്കിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും വെച്ചിട്ട് ഒന്ന് കാണിച്ചു പിടിക്കാൻ പോകും. ഈ വെച്ചോ, നോക്കിട്ടേ പറയാം. ശരി. ഭാഷയാണ് പൈസ വെക്കുക. ഒക്കെ ഉണ്ടാവും. അച്ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അച്ചട്ടിയിലൊക്കെ ചിലപ്പോൾ പൂച്ചയ്ക്കുന്ന സ്വഭാവം ഉണ്ട്. ചിലപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടോ പറയാൻ പറ്റില്ല. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇതൊന്നും കാണാനില്ല. ഇത് നോക്കാം. ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടാവും. നോക്കാം എവിടെയൊക്കെ വെക്കുകയെന്ന് അറിയില്ല. അവിടെ എവിടെയൊക്കെ കൊണ്ട് വെക്കും. ഇവിടെ ഇല്ല. അടുത്തത് ഇതിലാണ്. ഇതില്ല. വരുമ്പോഴേക്കുന്നു കുറി അടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ ഈ പൈസക്ക് ഇതിലാണല്ലോ വെക്കല്. അൽമാറിന്റെ എന്തായാലും വെക്കില്ല. ഈ ഭാഗത്താണ് വെക്കുക. ഇപ്പൊ എന്തായാലും ഇവിടെ ഉണ്ടാവും. വേറെ ഇവിടെ വെക്കാനുള്ള വഴിയില്ല. ഇത് കാലിൻ്റെ അപ്പം. അപ്പൊ മനസ്സിലായി എവിടെ വെക്കണ്. മിളകും വിട്ടിട്ട് അതിൽ വെച്ചിരുന്നു. അത്ര കാശില്ല പറഞ്ഞ കൊറേ കാശുണ്ടല്ലോ. ഇതില്ല ഇല്ല 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 എന്ന് പറയും. നീ കണ്ടില്ലേ? അത്യാവശ്യമുള്ളതുണ്ട്. അങ്ങനെ വിട്ടിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. എപ്പൊ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുന്നു. സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഓക്കെ. നീ താഴ്ത്തിക്ക് വാ. ഞാനവിടെ നിൽക്കാട്ടാ. വേഗം വാ. സമയമില്ല. ചിലപ്പോ നീ പെട്ടെന്ന് വന്നാലേ ഞാൻ പോകും. പോയപ്പോഴോ പോനെ നീ നേരമായി അത്രയായി ഇത്രയായി ഇത് പറഞ്ഞു. പോയപ്പോൾ സാധനങ്ങളും ആയി പോയ കാര്യങ്ങളൊന്നും സാധിച്ചില്ലേ? അതാണ് ഉമ്മ പറഞ്ഞാലേ കറക്റ്റായിരിക്കണം. നാളെ വെള്ളിയാഴ്ചയാ. കാലത്ത് വെച്ചാൽ എല്ലാ പണികളും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജുമാക്ക് പോകണ നേരമാകുമ്പോൾ പോകാൻ പറ്റില്ല. വെള്ളിയാഴ്ച തീരെ പറ്റില്ല. പോയപ്പോൾ കാര്യങ്ങൾ സാധിച്ചില്ലേ? ഇപ്പൊ എത്ര സമയമായിട്ടുള്ളൂ? 7:30 തന്നെ ആയിട്ടുള്ളൂ. ഈ വാതിലൊക്കെ തുറന്നിക്കണ പോലെ കൂട്ടിയതാണല്ലോ. ഉപ്പ് വന്നിട്ടുണ്ടാവും. കൂട്ടാൻ മറന്നുണ്ടാവും. ഇപ്പൊ ഇവിടെ ഉണ്ടാ സാധനം കാട്ടി അടുക്കല് വെച്ച് തരാം.
ഇതാ മോനെ ഡപ്പിയൊക്കെ വീട് കിടക്കണ്ടല്ലോ. ഒന്നുമില്ല കാര്യം. എന്റെ ഉപ്പ മാത്രം വന്നിട്ടുണ്ടാവോ മോനെ? കുറി പൈസ കിട്ടിയത് 5000 ഉറുപ്പ്യ തന്നെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3000 ഉറുപ്പ്യ കൊണ്ടുപോയത്. പഠിച്ച റബ്ബെ നോക്ക്. ഉമ്മാക്ക് എന്തില്ലടാ ഉപ്പ വന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ തപ്പാൻ നിൽക്കുക. ആ ഡപ്പ എങ്ങനെ വല്ല പൂച്ച എന്തെങ്കിലുമൊക്കെ കയറിപ്പോ വീണതായിരിക്കും. വെറുതെ ആ ഉപ്പാനെ സംശയിക്കണ്ട. അതെ, എന്റെ ഉപ്പാന്റെ സ്വഭാവം നിനക്കറിയില്ല, എനിക്കറിയും എന്റെ ഉപ്പാന്റെ സ്വഭാവം. എന്റെ ഉപ്പാനോട് എന്നും ഇന്നലെയും ജീവിക്കാൻ തുടങ്ങിയതല്ല. കൊല്ലം 30 കഴിഞ്ഞ് 31ാമത്തെ കൊല്ലാണ്. എന്റെ ഉപ്പാന്റെ സ്വഭാവം എനിക്കറിയാം. 1 ഉറുപ്പ്യ വെച്ചാൽ മതി, കണ്ട് എവിടെയായാലും തപ്പി പിടിച്ച് കൊണ്ടുപോകും. ഇനി എവിടെ കൊണ്ട് വെക്കുക? പഠിച്ചോ, ഞാൻ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ പട്ട്. ഉമ്മ അങ്ങനെയാണെങ്കിൽ ഞാൻ തപ്പിത്തരാ. ഏതാ ഡപ്പയെന്ന് പറയും, ഏതില് വെച്ചു പൈസ? ഞാനേ അയ്യോ, ഈ ഡപ്പിയിലാണ് മോനെ വെച്ച് പൈസ. എനിക്ക് വളകിട്ട ഡപ്പിയില് 5000 ഉറുപ്പ്യ വെച്ചത്. നാളെ ഒരാൾ വരും ആ കുടിക്കാന്. അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും വേറെ ആൾക്ക് വീണ കുറിഞ്ഞ് നാം തിരിച്ചെടുത്തത്. ആള് പറഞ്ഞു എനിക്ക് അർജന്റാണ് താത്താടെ വിഷമം കണ്ടപ്പോ തരികയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നത്. അതിലാണ് വീട്ടിലാണെങ്കിൽ ഒരു സാധനം ഇല്ല. കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ബാക്കി പൈസ തന്നെ വെച്ചത്. എന്റെ ഉപ്പന്നെ ചെയ്യുള്ളൂ. എന്റെ ഉപ്പാനെ പറ്റി എനിക്കൊന്നും ഒരു കാര്യം കുടുംബത്തെ നോക്കൂല. എന്നാലും എങ്ങനെ ചെയ്യുന്ന പൈസ ഇങ്ങനെ അനങ്ങാട് കൊണ്ടുപോയി. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണേ? വാതിൽ തുറന്നപ്പോൾ അതിന്റെ വയറൊന്ന് കാളി. എന്തൊരു കഷ്ടമാണ്. ഇനിയിപ്പോ നിന്റെ ഉപ്പ എവിടെയാലും വാതിൽ പോലും കൂട്ടാണ്ടാ പോയിക്കണ്. ഉമ്മ വിഷമിക്കണ്ട. ഉമ്മ ചിലപ്പോ മിളക് ഡപ്പയിലൊന്നും ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ഡപ്പയിൽ വെച്ച് മറന്നു പോയതാവും. അതില് വേണമെങ്കിൽ ഞാൻ നോക്കി തരാം. ഉമ്മക്ക് ഉറപ്പാണോ മിളക് ഡപ്പയിൽ? എന്താ ഞാൻ ഈ മിളക് ഡപ്പയില വെച്ചത്? ഡപ്പ ഇവിടെ അല്ലേ ഇരുന്നത്? ഡപ്പ 3 കറ്റത്ത് ഇരുന്നതാ. ഡപ്പ വന്ന് ഇവിടെ ഇരിക്കുന്നത്. എന്റെ ഉപ്പ തന്നെ ചെയ്യണത്. എന്റെ ഉപ്പ കൊള്ളല്ല കള്ളനാണ്. നിന്റെ അത് തപ്പണ സമയത്ത് ചിലപ്പോ ഇത് വീണതാവോ? ഇത് വീണതാണ്. മസാല ഡപ്പി മറന്നിട്ട് പോയതാവോ? ആള് വരുമ്പോ ഞാൻ എന്താ പറയാ? ആള് മേടിച്ചാണ് കുറി വിളിച്ച് ചെലവാക്കി പൈസ കൊണ്ടായിട്ട്. ആ പൈസ തരാൻ അടയ്ക്കണ്. ആള് പറഞ്ഞ പൈസ ഒന്നുകൊണ്ട് ഈ കാര്യം കാണുമ്പോ ചോദിക്കണ്ട, കാര്യം കാണുമ്പോ ഓരോന്ന് പറഞ്ഞ് ചോദിക്കണ്ടട്ടാ, പൈസ ഞാൻ അടച്ചുതരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആള് എന്നോടാ ചോദിക്കണത്. എന്റെ ഉപ്പാടൊന്നും ചോദിക്കണില്ല. എന്റെ ഉപ്പ അങ്ങനെയല്ലേ. അല്ല എന്ത് ചെയ്യപ്പോ? ഞാനൊന്ന് ഫോൺ വിളിച്ചു നോക്കട്ടെ. ശരി ഉമ്മ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇപ്പൊ ഫോൺ വിളിച്ചു നോക്കട്ടെ. എന്നിട്ട് എവിടെയാ എന്താ ചോദിച്ചോക്കട്ടെ. ഒന്ന് ചോദിച്ചു നോക്കി. എനിക്ക് മാജിയൊക്കെ ആ പൈസ കൊണ്ടുവരാൻ പറയും. എന്തപ്പത് മനുഷ്യന് എല്ലാണ്ട് തന്നെ വല്ലാത്ത തീയാണ്. ഒരു പ്രത്യേകിച്ച് ഒരു ഉപകാരം ഇല്ല. എന്നാലും ചട്ടി മണ്ട അരിച്ചട്ടി ഒക്കെ വെച്ച് തെരഞ്ഞിട്ടെടുക്കുമ്പോ ഞാൻ എന്താ ചെയ്യാറോ? എനിക്ക് വയ്യ. നാളെ നേരം വെളുപ്പിലേക്ക് ആ കുളിക്കാരും വരും. പഠിച്ചോളൂ, ഞാൻ എന്താ പറയാ? ഉപ്പ ഫോൺ വിളിച്ച കട്ടാക്കി വിടട്ടാ. ബിസി എന്നാ പറയുന്നത്. എന്റെ ഉപ്പ എടുക്കില്ല ഫോണ്. എങ്ങനെയാ നിന്റെ ഉപ്പ എടുക്കുക? എന്റെ ഉപ്പ 5000 ഉറുപ്പ്യാണ് അവിടെ നിന്ന് എടുത്തിട്ട് പോയിക്കണേ. അതിനൊക്കെ ചെലവല്ല. വേണമെങ്കിൽ കൂട്ടുകാരെ 2-3 ആളെ വെച്ചിട്ടുണ്ടാവും. ഉപ്പാക്ക് വിഷമല്ലാണ്ടല്ലേ വെട്ടിന്ന് ഒരു ഓട്ട അടിച്ച പോലെ പൈസ കിട്ടിയത്. അത് എന്ത് വേദനയുള്ള കാശാണെന്ന് ഉപ്പാക്ക് അറിയോ? നാളെ അറിവ് വരും. നാളെ എന്ത് ചെയ്യും? എനിക്കിപ്പോ രാത്രി ഉറക്കം വരില്ല. ഇനിയിപ്പോ എന്ത് ഹാലിന് നിന്റെ ഉപ്പ വരുന്നാണോ? എത്ര കാലമെന്നറിയോ ഈ നീറി കഴിയണത് എന്റെ ഉപ്പാനെ വെച്ചിട്ടെന്നറിയോ? എന്റെ തലവിധി. ഞാൻ ആരെ പറയാ? എന്തെങ്കിലും ഒരു കാര്യം കുടുംബത്തിന് ഉത്തരവാദിത്തം. ആര് വന്നാലും ശരി, ആര് പോയാലും ശരി, എന്ത് വെച്ച് എന്ത് കൊടുത്ത് ഒരു കാര്യമില്ല. അവര് കഴിക്കണ പോലെ ഇപ്പൊ വന്നിരിക്കും, കഴിക്കും, പോകും. ഓരോരുത്തർ വരുമ്പോ താൻ എവിടെയൊക്കെ എന്തൊക്കെ ഒരു 10 കാശ് ഉണ്ടാവില്ല. ആരോടത്തൊക്കെ ഓടിപ്പോയിട്ട് വാങ്ങി അവര് വന്നവർക്ക് മര്യാദ ചെയ്ത് ഉമ്മ വിടുന്നറിയോ? ഇതൊന്നും നിന്റെ ഉപ്പാനെ തന്നെ അറിയിക്കാറില്ല. ഇവിടെ വെച്ച പൈസ എടുത്തുകൊണ്ടാണ് ആവശ്യമുണ്ട് എന്റെ ഉപ്പാക്ക്. ഇന്ന് വരട്ടെ, ഞാനിന്ന് ഉറങ്ങൂല്ല. നോക്കിക്ക്, ഞാനിന്ന് ഇവിടെ ഇരിക്കുള്ളൂ. ഉമ്മ അത് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു. ടെൻഷൻ അടിക്കണ്ട. ഉപ്പ വരട്ടെ. പൈസ ഒന്നും ചെലവാക്കിണ്ടാവില്ല. ഉമ്മയുടെ കയ്യിലുണ്ടാവും. നമുക്ക് വന്നാൽ ചോദിക്കാം. ഉമ്മ പോയിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കാൻ പറ്റും. സമയം ഭക്ഷണമൊന്നും ഇറങ്ങൂല. നീ പറയണില്ലേ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്നത്? നിനക്ക് ഉറക്കം വരും, എനിക്ക് ഉറക്കം വരും. നേരം പെടുത്ത അയാൾ പറഞ്ഞിട്ടേ വായുവില്ലാത്ത തീരുമാനാക്കാം. സമയം 9 മണിയായാലും ഇതിന് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ഇന്ന് അവിടെ പോയിട്ട് എത്ര സാധനങ്ങൾ എത്ര നടന്നു, എത്ര ക്ഷീണോ. ഉമ്മ കിടക്കാൻ നോക്കി. ഇപ്പൊ വന്നാ ചോദിക്കാം. അറിയോ ഉമ്മായിട്ട്? എല്ലാരും ഉറങ്ങിന്നാ തോന്നുന്നു. സമാധാനായി. പ്രശ്നത്താണെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞിട്ട് വയ്യ. അയ്യോ, ഞാൻ പേടിച്ചു പോയി. ഈ റൂമിൽ കിടക്കേണ്ട ആളെ പേടിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക. ഞാൻ ആളെ പേടിച്ചില്ലേ? മനുഷ്യ അല്ലെങ്കിൽ തന്നെ ഓരോ കാര്യം കൊണ്ട് ഇട്ടിട്ട് വരിക. അതിൻ്റെ ഇടയ്ക്ക് പേടിപ്പിക്കല് വേറെ.
നിന്നെ കൊണ്ട് തോറ്റു. നീ എന്ത് ഇവിടെ നിൽക്കുന്നത്? അതെ, നിങ്ങൾ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. ഞാൻ പേടിച്ചോ തീരുമാനിച്ചോണ്ട് ഞാൻ ഡപ്പിന് വെച്ച പൈസ ആരെടുത്തു പോയി. പൈസ ആ ഏത് പൈസ? ആ ഡപ്പിന് വെച്ചത് ഞാൻ പറഞ്ഞ ഡപ്പിന് ഞാൻ പൈസ എടുക്കാൻ 5000 ഉറുപ്പിക ഞാൻ അവിടെ വെച്ച പൈസയാണ്. കളിക്കാൻ പൈസ കിട്ടുക. ഇത് സ്വപ്നം കണ്ട സ്വപ്നാ നിങ്ങൾ പൈസ ഞാനൊരു വാക്ക് നടക്കായിരുന്നു. വേറെ ആരും ഇല്ല, ആരും കൊണ്ടുപോയിട്ടു ആരും മുന്നില്ല. അതെ, നിങ്ങളെ പറ്റിട്ട് എനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങളെ പറ്റിട്ട്. നിങ്ങളുടെ സ്വഭാവം കാണാൻ കുറെ കാലായി. ആ പൈസ കൊണ്ട് കേട്ട് ആ പൈസ വന്നിട്ടേ എനിക്ക് വേറെ ഒന്നും ചെയ്യാനല്ല. ഞാൻ എടുത്താന്റെ പൈസ തരാൻ പറ്റുള്ളൂ. ഞാൻ എടുക്കാത്ത പൈസ ഞാൻ തരാം. നിങ്ങൾ എമൗണ്ട് സീരിയസ് കണ്ടിട്ട് നിങ്ങൾ ഈ തൈകളെ കളിക്കണ്ട എന്നോട്. ഞാൻ സമാധാനപ്പെടുത്തിയിട്ട് ഇത് ഉറക്കം വരുന്നത്. നിങ്ങൾ പറഞ്ഞ രാത്രി കിടക്കായിരുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല. ഭക്ഷണം പോലും ചായ കുടിക്കാൻ പോയി പോക്കറ്റ് കാശുണ്ട്. ആ പൈസയാണ് ചെലവാക്കിയത്. പൈസ കല്ല് വെച്ചെന്ന് ഓണ പറയുന്നത്. നിങ്ങൾ എങ്ങനെ എന്തിനാണ് ഓണ പറയുന്നത്? പൈസ എടുക്കാൻ നട്ട് പൈസ അവനാണെങ്കിൽ ചായ മേടിച്ചു തന്നതും പൊറോട്ട മേടിച്ചു എനിക്ക് ആവശ്യമുണ്ട്. അതാണ് ഞാൻ വേറെ ആളുടെ കൂടി വിളിച്ചിട്ട് എടുത്തുകൊണ്ട് വെച്ച കാശാണത്. നിങ്ങൾ എടുത്ത് കാട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ അടുത്ത് വെച്ച പൈസ നിങ്ങളല്ലാണ്ട് ഒരാളെടുക്കില്ല. ഇല്ലാത്ത പൈസ എന്റെ അടുത്തൊന്നും ഇല്ല. പൈസ എടുത്തിട്ടില്ല. നിങ്ങൾ പൈസ എടുത്തിട്ടില്ല. നിങ്ങൾ പൈസ എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയണേ, എന്റെ മനസ്സ് വേദനിച്ചിട്ട് ഞാൻ പറയണേ. എന്റെ പൈസ എടുത്തിട്ട് പോയതില്ല കൈ പുയ്ത്ത് പോകും. അതുമല്ല, ഞാൻ നോക്കിക്ക സലാത്തിന് ഞാൻ പൈസ നെയ്ത്താക്കുന്നുണ്ട് നോക്കിയാൽ. സലാത്തിന് ഞാൻ ആ പൈസ എടുത്തവരെ കൈ പുയ്ത്ത് പോയ ശേഷം ഞാൻ സലാത്തിന് പൈസ കൊടുക്കും. ആ പൈസ നിങ്ങളല്ലാണ്ട് നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് പേടിക്കണ്ട കേട്ടാ. ആ പൈസ എടുത്തവരെ കൈ പുഴുത്ത് പോകും. പിന്നെ ഞാൻ സലാത്തിന് പൈസ കൊടുക്കും. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ പൈസ കൊടുത്ത് തരുകയും ചെയ്യും. നോക്കുക, ഞാൻ ചെയ്യാണ്ടിരിക്കില്ല. നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നെയ്ത്താക്കിയത്. നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തെന്ന് പറഞ്ഞിട്ട് പൈസ കാട്ടും. സലാത്തിനൊന്നും നെയ്യത്താക്കണ്ടേ? എന്തിനാ നിസ്സാര സലാത്തിന് നെയ്ത്താക്കണത്? അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് വല്ല മാലയോ സ്വർണത്തിന്റെ മാലയൊക്കെ കളഞ്ഞു പോയിട്ട് സലാത്തിന് നെയ്ത്താക്കി അത് വേഗം കിട്ടും. ഇതിപ്പോ വേറെ ആരും എടുക്കുമ്പോ നമ്മൾ സാപം കൊടുക്കാൻ പാടുമോ? അത് പാടില്ല, ചെയ്യാൻ പാടില്ല, മോശമല്ലേ. അത് ചെയ്യണ്ട. ഞാനൊന്ന് പിൻവലിച്ചേ. നീ സലാത്തിന് നെയ്ത്താക്കിയില്ല, അത് പിൻവലിക്കുക. ഞാൻ പിൻവലിക്കുന്ന കാര്യമില്ല. സലാത്തിന് നെയ്ത്താക്കിയല്ലോ കണ്ണ് പൊട്ടിത്തരും, കണ്ണ് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ കൈ പുഴുത്തു പോകും. പിന്നെ ചിലപ്പോൾ വയറിളകി തൂറ് കക്കൂസിലിന്റെ കിടക്കേണ്ടി വരും. ചിലപ്പോ ചോര ഛർദിക്കും. സലാത്ത് എന്ന് പറഞ്ഞാല് ചില്ലറ കാശല്ല. നമുക്ക് എന്തെങ്കിലും തലവേദന വന്നാൽ സലാത്തിൽ കൊഴിഞ്ഞിട്ടില്ലേ? അതാണ് സലാത്ത്. എന്റെ കാശ് എടുത്തിട്ട് പോയ മുടിഞ്ഞു പോട്ടെ. ഞാൻ ശ്രമിച്ചു, ഈ ശാപം കിട്ടും. നിങ്ങൾ എടുത്തിട്ടില്ല. സലാത്ത് പിൻവലിക്കാൻ അത് കൊടുത്തത് പിൻവലിക്കാൻ പറഞ്ഞപ്പോ നീ എന്ത് പറഞ്ഞു? മുടിഞ്ഞു പോട്ടെ. എന്റെ കാശ് എടുത്തപ്പോ മുടിഞ്ഞു പോട്ടെ. അത് അള്ളാഹു കൊടുത്തു തരും. അങ്ങനെയൊന്നും പറയാം. അങ്ങനെ ഒരാളെ ശ്രമിക്കില്ല. അങ്ങനെ എന്തിന് നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ. പിന്നെ പിൻവലിക്കണേ. നിങ്ങൾ എടുത്തിട്ടില്ല. എടുത്ത് കാശായിട്ട് ഞാൻ പിൻവലിക്കാം. ഞാൻ എടുത്തിട്ടുണ്ട്. എടുത്താ അത് ഞാൻ പിൻവലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോകാൻ വേണ്ടി കാശ് കഴിഞ്ഞില്ല. അപ്പൊ ഞാനാണ് കണ്ടപ്പോ 5000 കൊണ്ടുപോയി. 5000 മൊത്തം ചെലവാക്കിയില്ല. എന്റെ 12,000 ഉണ്ട് കയ്യിൽ. ബാക്കി 3000 എന്റെ കയ്യിൽ ചെലവാക്കി. പിൻവലിക്കുന്ന 5000 എന്റെ കയ്യിൽ തരണം. അത് നിങ്ങളെ പുറത്തുള്ള ആളായെങ്കിൽ എനിക്ക് 5000 കത്തിക്ക് വെച്ച കാശ് കണ്ടാക്കാൻ ഞാൻ പിൻവലിക്കില്ല. അല്ലെങ്കിൽ നാളെ നിങ്ങൾ ബാത്റൂമിൽ എനിക്കൂല. അതെങ്ങനെ നിങ്ങൾ ചെലവാക്കും? നിങ്ങൾ എടുത്തിട്ടേ ഇല്ലാത്ത ആൾക്ക് പിന്നെ എങ്ങനെ 3000 ചെലവായി? നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ. വാതിൽ തുറന്നില്ലേ? എനിക്കൊന്ന് സമാധാനപ്പെട്. 3000 ചെലവായി 2000 കയ്യിലുണ്ട്. നാളെ 5000 ആർക്ക് കടം പഠിച്ചിട്ട് ഞാൻ തരുന്നുണ്ട്. പോരെ? ഞാൻ ഇതൊന്ന് പിൻവലിച്ചിട്ട് ആ നെയ്ത്താക്കിയത് പിൻവലിച്ചിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ ശാപമൊന്നും കൊടുക്കരുത്. സ്വന്തം ഭർത്താവല്ലേ എടുത്തത്. അതിന് ശാപം കൊടുത്തു ലാസ്റ്റ് എനിക്കൊരു മല്ലം പറ്റിക്കഴിഞ്ഞാൽ നിന്നെ നോക്കാൻ പറ്റുമോ? അതൊക്കെ ഒന്ന് ആലോചിക്കും. അപ്പൊ ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട. അപ്പൊ ഞാൻ പൈസ നാളെ തന്നെ തരില്ല ഇയാൾക്ക്. പോരെ? അങ്ങനെ വഴിക്ക് വരും. എനിക്ക് എന്റെ ഭർത്താവ് തന്നെ. എന്റെ ഭർത്താവിന് വല്ലതും സംഭവിച്ചാല് എനിക്കാ പോവുക. അങ്ങനെ മനസ്സ് കൽപൊരുക്കിയിട്ടൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞു പോയതാ. പിന്നെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്തം കാണിക്കും കുടുംബത്ത്. നിങ്ങൾ വിളിച്ച് കൊണ്ടുപോയ കുറിയും നിങ്ങൾ ചെലവാക്കിയ കാശാണ് ഇപ്പൊ ഞാൻ അടച്ചുകൊണ്ടിരിക്കണേ. ആ നാളെ വരും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ കുറി വിളിച്ചത്? ആ ചെക്കൻ നാളെ വന്നാലും കൊടുക്കാൻ വേണ്ടി തന്നെ 5000 ഉറുപ്പിക വെച്ച പൈസയാണ് നിങ്ങൾ എടുത്തിട്ട് പോയത്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ
അപ്പോഴല്ലേ നിങ്ങൾ ഈ 3000 ഉണ്ട് ചിലവാക്കി 2000 ഉണ്ട് നാളെ അത് ചേർത്തിട്ട് നിങ്ങൾ തന്നിട്ട് വേണം നിങ്ങൾ തന്നെ കൊടുക്കാൻ. അല്ലാണ്ട് എനിക്ക് ഫുഡും കടലയും അടിക്കാനല്ല. കുറച്ചൊക്കെ ഒന്ന് ഇതാക്കിക്കോ. എത്ര കാലമായി ഞാൻ വലിച്ചോണ്ട് നടക്കുന്നത്. നിങ്ങളെങ്കിലും ഒന്നും ഇതാക്കിയത്. അപ്പൊ പറഞ്ഞില്ലേ ഇതേപോലെ ഇനി നല്ല ഇതിന് നടക്കി നല്ല ഒരു 10 രൂപ സമ്പാദിച്ചില്ലെങ്കിൽ കൊടുത്തേരി. ഇനിയെങ്കിലും എനിക്കൊരു സമാധാനം കിട്ടട്ടെ. എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. അതെ, നീ പറഞ്ഞ മനസ്സിലാവുന്നില്ല. നീ ഇത്ര കാലം നീ ഫുഡ് പൈസ കൊടുത്തില്ല. എന്റെ ഇനി ഞാൻ പണിക്ക് പോയിട്ട് ആ ഫുഡ് പൈസ ഞാൻ അടച്ചോളാം. നീ അന്ന് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നീയിപ്പൊ എനിക്ക് ഈ സമയത്ത് നീയിപ്പൊ ഞാൻ പണിയില്ലാത്ത സമയത്തൊക്കെ നീ അടച്ച ശരി തന്നെ. ഇനിയിപ്പോ അത് പണിക്ക് പോയിട്ട് ഞാൻ റെഡി ആക്കിയിട്ട് ഞാൻ ഫുഡ് പൈസ അടക്കാം. അതന്നെ ഞാൻ പറയാം. ഒത്തിരി ഒന്നും ഇതാകില്ല. എല്ലാവരും എന്നെ കളിയാക്കുക. നിന്റെ അഹമ്മതി കൊണ്ടാടി എന്റെ വീട്ടിൽ എങ്ങനെ അവിടെ വീട്ടിലൊക്കെ ഒരു അനുസരണം ഇല്ലാത്ത പോലെ അങ്ങനെ കേൾക്കാൻ വയ്യ. നമ്മളൊന്നും നന്നാകുക. നമുക്ക് നല്ലപോലെ ആൾക്കാരുടെ മുന്നിൽ നല്ലപോലെ ജീവിക്കാം. നാളെ പണി റെഡി ആയിട്ടുണ്ട്. പണിക്ക് പോയി കഴിഞ്ഞാൽ അഡ്വാൻസ് പൈസ കുറച്ച് മേടിച്ചിട്ട് ആ പൈസ കുറച്ച് യൂസ് ചെയ്യണം. പിന്നെ പുള്ളിയുടെ പൈസ അതന്നെ നിങ്ങൾ കിട്ടുന്നത് പകുതി എടുത്തോ, പകുതി വീട്ടിലേക്ക് തന്നാൽ മതി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങളത് കിട്ടാത്ത കാര്യം എന്തോരം വിഷമിക്കണമെന്ന് അറിയാം. നിങ്ങൾ ഇനി അതുപോലെ പുള്ളിയുടെ പൈസ താങ്ങൂട്ടാ. നാളെ എന്റെ തന്നെ നിങ്ങൾ തന്നെ കൊടുക്കാൻ വേണ്ടിട്ടാ. അതേപോലെ നല്ല ബുദ്ധി എപ്പോഴും ഉണ്ടായാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവില്ല. വെറുതെ പറഞ്ഞു ഒരു സ്ഥലത്തേക്ക് നാളെ ഏറ്റായി. ഇതിലിപ്പോ നീത്താക്കിയല്ലോ അല്ലേ? അയ്യോ, ഇതാണെങ്കിൽ എടുത്തിട്ടില്ല എന്ന് പറയായിരുന്നു. എന്നെ പറ്റിച്ചു നീല്ലേ? പോട്ടെ, ഇനിയിപ്പോ എന്താ ചെയ്യാ?